ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ചെയ്ത് കാണിക്കുന്നത് എളുപ്പത്തിൽ നമ്മൾക്ക് നെയ്ച്ചോറിനും ചപ്പാത്തിക്കും എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ഉരുളക്കിഴങ്ങ് മാത്രം മതി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല തിക്ക് ഗ്രേവിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവിയിലുള്ളൊരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ റംസാനൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും നോമ്പ് തുറക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നേക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട പൊടിച്ചിട്ടു, 2-3 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 ഏലക്ക എടുത്തിട്ട് ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇടുന്നത്. ഏലക്ക പൊട്ടിച്ചിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എണ്ണയിൽ മൂക്കുന്ന സമയത്ത് അത് നമ്മൾക്ക് ഒന്ന് പൊട്ടിത്തെറിച്ചു വന്നിരിക്കും. ഇനിയിപ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള മുറിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ്. വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള വലുതായിട്ട് കളർ മാറണമെന്നൊന്നുമില്ല, അതിൻ്റെ ചെറുതായിട്ടൊരു പച്ചമണം പോയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതിൽ വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇത് നമ്മൾക്ക് അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ അല്ലി ആയതുകൊണ്ട് തന്നെ 4-5 അല്ലിയാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ട് വഴറ്റുമ്പോൾ മാത്രമേ അത് പെട്ടെന്ന് നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മൂന്നും കൂടി നമ്മൾക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയെല്ലാം പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക അതെല്ലാം കൂടുതൽ ഇടണം എന്നുള്ളവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഉള്ളി നല്ലപോലെ ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് അതുപോലെ 2 വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ വഴന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ തിക്ക് ഗ്രേവിയാണ് നമ്മളിപ്പോൾ ഈ അരച്ചെടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ വഴറ്റിയിട്ട് അരച്ചെടുക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവാനായിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടെ ഒന്നാവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ പൊടികൾ മാത്രമേ ചേർക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ വഴന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ തക്കാളിയെല്ലാം നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് അരച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഗ്രേവിക്ക്. ഇനിയിപ്പോൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പച്ചമുളകെല്ലാം ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മുളക് പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ റെഡ് കളർ വേണമെന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാതെ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ കറിക്കൊരു റെഡ് കളർ ഉണ്ടാകും. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളത് അടച്ചു വെച്ചു. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാറിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ സെയിം പാൻ തന്നെയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ പൊടികളുടെ അരപ്പും ഇതെല്ലാം ഒന്നും ഒട്ടും നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ഈ പാത്രം തന്നെ എടുത്തത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ചെറുതായി മുറിച്ചിരിക്കുന്ന ഒരു 2 ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഈ കറിയിൽ നേരത്തെ നമ്മൾ മസാലയിൽ ചേർത്തിരുന്ന പൊടികളെല്ലാം ശരിക്കും ഉരുളക്കിഴങ്ങിലേക്ക് പിടിച്ച് കിട്ടും. നമ്മൾക്ക് ഈ മസാലയൊന്നും ഒട്ടും നഷ്ടമാവണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാത്രം ഒന്ന് കഴുകിയില്ല എന്ന് പറഞ്ഞത്. കഴുകിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ അതിൻ്റെ മസാലയൊന്നും നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത്. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം. വഴറ്റി എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പാത്രത്തിലേക്ക് നമ്മൾക്കൊന്ന് കോരി മാറ്റാം. ഇനിയിപ്പോൾ ഈ ഓയിൽ തന്നെ മതി കേട്ടോ നമ്മൾക്ക് കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി ആ ഓയിലിലേക്ക് തന്നെ ഞാൻ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നല്ലപോലെ ചെറുതായിട്ടാണ് ചോപ്പ് ചെയ്തേക്കുന്നത്. കുനുകുനാന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതും അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളകും അതുപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നേരത്തെ പറഞ്ഞതിലും കൂടുതലായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ പൊടികൾ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പൊടിയെല്ലാം നമ്മൾ മസാലയിലേക്ക് ചേർത്തിട്ട് അരയ്ക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഉള്ളി ഒന്ന് വാടി കിട്ടാനായിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് വഴന്ന് വന്നിരിക്കുന്ന ഉള്ളിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് കറിക്ക് എന്തോരം ഗ്രേവി ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് തിക്ക് ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി വേണമെന്നുള്ളവർക്ക് അതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള ഗ്രേവിയാണ് എടുത്തേക്കുന്നത്. കറിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിരുന്നില്ല. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് ഈ ഉരുളക്കിഴങ്ങിലേക്ക് മസാലയെല്ലാം ശരിക്കൊന്ന് പിടിക്കാൻ പാകത്തിന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റി കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാകത്തിന് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ലൂസ് ഗ്രേവി വേണമെന്നുള്ളവർക്ക് അതുപോലെ ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് കൊണ്ട് നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിലേക്ക് മസാലയെല്ലാം ശരിക്കും പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ കറിയുടെ പണി. ഇനിയിപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനതാണ് പറഞ്ഞത്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ, ചപ്പാത്തിക്കായാലും നെയ്ച്ചോറിനായാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പിന്നെ അതുപോലെ തന്നെ 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഓപ്ഷണലാണ്, അത് ചേർക്കണം എന്നുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഇനി ഇതൊന്ന് കടുക് വറുക്കാനായിട്ട് ഒരു പാൻ വെച്ചു, ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ജീരകം നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഒരു പിടി കശുവണ്ടി കൂടി ചേർത്ത് കൊടുത്തിട്ട് കശുവണ്ടി നല്ലപോലെ ഒന്ന് മൊരിയുന്ന സമയം വരേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ മൊരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയും ജീരകവും മൊരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ കറി കടുക് വറുക്കുന്ന പണിയും കഴിഞ്ഞു. നമ്മളിതിൽ കടുകൊന്നും ഇടുന്നില്ല, എന്നാലും കറിയിലേക്ക് ഇതൊന്ന് മൂപ്പിച്ച് ചേർക്കുകയാണ്. അപ്പോൾ കറിയിലേക്ക് ടേസ്റ്റ് വേറെ കുറച്ചൊരു ടേസ്റ്റ് ഒന്ന് വ്യത്യാസം വരും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മല്ലിയില എല്ലാം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കശുവണ്ടിയും ജീരകവും മൂപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില എല്ലാം ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇടാതിരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് എൻ്റെ കറിയുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി. ഇതിലും കുറച്ചും കൂടെ ലൂസ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം, കുറച്ചും കൂടെയും തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പിടി മല്ലിയില നന്നായിട്ട് വൃത്തിയാക്കി ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഈ കറിയുടെ പണി. അപ്പോൾ നിങ്ങളിത് നെയ്ച്ചോറിനായാലും ബിരിയാണിക്കായാലും ചപ്പാത്തിക്കായാലും എന്തിനും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പിയായിട്ട് കറികളോ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയോ ഡിന്നർ റെസിപ്പിയോ എന്തെങ്കിലും ആയിട്ട് ഉടനെ വരുന്നവരേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.